ജുഡീഷ്യൽ കമ്മീഷൻ എനിക്ക് എം എൽ എമാർക്കും ബാക്കി എല്ലാവർക്കും നോട്ടീസ് കൊടുത്തത് എനിക്ക് നോട്ടീസ് കിട്ടിയായിരുന്നു. പക്ഷേ ആ നോട്ടീസിന് ആരും റിപ്ലൈ കൊടുത്തില്ല. പക്ഷെ ഞാൻ മാത്രമേ ഉള്ളൂ അതിന് റിപ്ലൈ കൊടുത്തു. ഞാൻ കറക്റ്റായിട്ട് റിപ്ലൈ കൊടുത്തിരുന്നു. ഞാൻ സംഭവിച്ച കാര്യങ്ങൾ എന്തിനാണ് ഈ സരിത എന്നുള്ളത് എനിക്ക് ഇപ്പോഴുള്ള പേരാണ്. ഞാൻ ലക്ഷ്മി എന്നുള്ള പേര് എനിക്കറിയത്തുള്ളൂ. അവർ ഈ ലക്ഷ്മിയായിട്ട് എന്തായിരുന്നു അവരുമായിട്ട് ഈ ഫോണിൽ സംസാരിച്ചത് എന്നുള്ള കാര്യങ്ങൾ എന്നോട് ചോദിച്ചു. പിന്നെ അതിനകത്ത് കക്ഷി ചേരാൻ താല്പര്യമുണ്ടോ, ഈ സോളാർ കമ്മീഷൻ മുമ്പാകെ അവർക്കെതിരെ എന്തെങ്കിലും പരാതി ഉണ്ടോ എന്നൊക്കെ ഞാൻ ചോദിച്ചിരുന്നു. ഞാൻ പറഞ്ഞു എനിക്ക് യാതൊരു പരാതിയില്ല, ഞാൻ കക്ഷി ചേരാൻ താല്പര്യമില്ല, ഇതെല്ലാം ഞാൻ അവരോട് പറഞ്ഞു. പിന്നെ എന്താ നമ്മൾ എന്തിനു വിളിച്ചു അത് ഞാൻ പറഞ്ഞു. പിന്നെ എൻ്റെ ബന്ധുവിന് സോളാർ വെക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് ഞാൻ വിളിച്ചിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ പ്രാവശ്യം വിളിക്കുന്നു വന്നു. എൻ്റെ അതന്നെ എൻ്റെ ബന്ധുവിന് വേണ്ടി. അതുകൂടാതെ എൻ്റെ ഒരു റിലേറ്റീവിൻ്റെ ജോലിക്കാരത്തിന് വേണ്ടിയിട്ട് ഇവർ ശരിയാക്കി തരാമെന്നും പറഞ്ഞ് എൻ്റെ ആ ബയോഡാറ്റ മുഴുവൻ ഇവർ വാങ്ങിച്ച് ഇവർ കൈവശം വെച്ചിരുന്നു. അത് രണ്ട് മാസത്തോളം അവർ വെച്ചിട്ട് അവർ അവസാനം എനിക്കത് നിർബന്ധിച്ച് അവരോട് തിരിച്ചു വാങ്ങരുത്. കാരണം അവർ ചെയ്ത് തന്നുമില്ല. അവിടെ നല്ല അവരുടെ ഹോൾഡുകളെല്ലാം എന്നോട് പറഞ്ഞു. പല ഹോൾഡ് അവിടെ ഇവിടെ പോയുണ്ട്, അവർ മന്ത്രിമാരെ പരിചയമുണ്ട്, അവരെ പരിചയമുണ്ട്, പരിചയമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ആ ബേസിൽ ഞാൻ ഓർമ്മ നമുക്ക് നമ്മുടെ റിലേറ്റീവ് ജോലിക്കാരെയല്ലേ എന്ന് പറഞ്ഞ് ഞാൻ ഈ ബയോഡാറ്റ അവരെ കൊടുത്തു. പക്ഷെ അവർ 2 മാസം കൈവശം വെച്ചിട്ട് അത് അതേപോലെ എൻ്റെ തിരിച്ചിരിക്കുന്നു ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ കുറേ വിളിച്ചു. അല്ലാതെ നമുക്ക് ഈ സോളാർ കേസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇത് ഞാൻ അവർക്ക് ഒരു സഹായം ഞാൻ ചെയ്ത് കൊടുത്തിട്ടില്ല. പിന്നെ അതിൻ്റെ പേരിൽ ഞാനിപ്പം ഔദ്യോഗിക ഫോൺ ദുരുപയോഗം ചെയ്തെന്നും പറഞ്ഞാണ് ഇപ്പം എന്നെ സസ്പെൻഡ് ചെയ്തേക്കുന്നത്. അത് എൻക്വയറി ഇപ്പോൾ ആദ്യമായി എൻ്റെ വിജിലൻസ് അന്വേഷിച്ചു ഉള്ള കാര്യങ്ങൾ പറഞ്ഞു. അവസാനം സസ്പെൻഷൻ ആയപ്പോൾ തന്നെ എനിക്ക് ഡിപ്പാർട്ട്മെൻറ്റ് എൻക്വയറി വന്നു. അതിന് ഞാൻ ഉള്ള വിവരങ്ങളെല്ലാം പറഞ്ഞു. എൻക്വയറി കഴിഞ്ഞു. അതിനകത്ത് ഞാൻ കുറ്റക്കാരനല്ലെന്ന് തെളിഞ്ഞിട്ടുണ്ട്. അപ്പം എന്നെ കഴിഞ്ഞ 2013 6 മാസം സസ്പെൻഡ് ചെയ്തതാണ്. ഇപ്പം 2014 2015 അല്ല 2013 ഇപ്പം 1 വർഷം 9 മാസം കഴിഞ്ഞ് സസ്പെൻഷൻ ആയിട്ട് 1 വർഷമായി എൻ്റെ എൻക്വയറി പൂർത്തിയായിട്ട് ഇതുവരെ എന്നെ സർവീസ് എടുക്കുന്നില്ല. ഞാൻ പല പ്രാവശ്യം എന്നാളാവുന്നെല്ലാം ചെയ്തു നോക്കി. പക്ഷേ എന്നെ സർവീസ് എടുക്കേണ്ടതായിട്ടുള്ള ശരിക്കും എടുക്കണം, സർവീസ് എടുക്കേണ്ട സമയം കഴിഞ്ഞാണ്. പക്ഷേ എന്തുകൊണ്ട് ഞാൻ DGP പല പ്രാവശ്യം 7-8 പ്രാവശ്യം ഞാൻ DGPക്ക് ഞാൻ ഇത് കൊടുത്തു എടുക്കാണ്ട്. പക്ഷേ എല്ലാവർക്കും മീഡിയയെ പേടിയാണ്. ഞാൻ എന്നെ എടുത്തു കഴിഞ്ഞാൽ എൻ്റെ വലിയ ഇഷ്യൂ ആണെന്നുള്ളൊരു തോന്നല എല്ലാവർക്കും. അതുകൊണ്ട് ഞാനിപ്പം കോടതിയിൽ നിന്ന് ഓർഡർ വാങ്ങിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് സലീം പഞ്ചായത്ത് സമീപിക്കുന്നുണ്ട്, DGP സമീപിക്കുന്നുണ്ടല്ലേ? മുഖ്യമന്ത്രി വിളിച്ചിട്ടുണ്ടോ? ഇല്ല, അദ്ദേഹത്തെ ഞാൻ വിളിച്ചിട്ടില്ല. പക്ഷേ എൻ്റെ വൈഫ് ഒരു പ്രാവശ്യം അവിടെ സാറിനെ വിളിക്കുകയൊന്നും ചെയ്തിട്ടുണ്ട്. ഇതുപോലെ എന്നെ തിരിച്ചെടുക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോഴത്തെ അദ്ദേഹം പറയുന്നത് ഒരു കോടതി ഓർഡർ വാങ്ങും എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ ക്ലിഫ് ഹൗസിൽ വിളിച്ചു എന്നല്ലേ പറയണ? ക്ലിഫ് ഹൗസിന് വിളിച്ചു എന്നല്ലേ നിങ്ങളുടെ പേരിലുള്ള ഒരു കുറ്റം സസ്പെൻഡ് ചെയ്യപ്പെടും? അതെ ക്ലിഫ് ഹൗസിന് അതായത് അറസ്റ്റ് ചെയ്യുന്നതിന് തലേദിവസം അത് ഞാൻ തന്നെ ഏറ്റ സംഭവമാണ്. കാരണം അത് ഞാൻ വിളിച്ചതാണ്. അതുകൊണ്ട് നമ്മൾ സ്വാഭാവികമായിട്ടും ക്ലിഫ് ഹൗസിലേക്ക് പലരും വിളിക്കുന്നുണ്ട്. ആ വിളിക്കുന്ന കൂടെ ഞാൻ ആ ഫോൺ അന്ന് അവർ വിളിച്ചപ്പോൾ ഞാനാണ് അന്ന് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. ഞാൻ ഫോൺ അറ്റൻഡ് ചെയ്തു. ആ ഫോൺ അറ്റൻഡ് ചെയ്ത് അവർ ഒരു നമ്പർ അവരെ അന്ന് നമ്പറിൽ വിളിച്ച് ആരോ ചീത്ത വിളിക്കുന്നു എന്നും പറഞ്ഞ് വിളിച്ചാണ്. അത് സ്വാഭാവികമായിട്ടും നമ്മളത് ആ നമ്പർ ആരാന്ന് അവർ അന്വേഷിച്ച് പറയാമെന്ന് ചോദിച്ചു. ഞാൻ സ്വാഭാവികമായിട്ട് അന്വേഷിച്ചപ്പോഴത്തേന് 71C നമ്പർ പറഞ്ഞു. ഞാൻ ആ വിവരം വിളിച്ച് അവരോട് തിരിച്ച് വിളിച്ച് പറയുകയും ചെയ്തു. അതുകൊണ്ട് ബന്ധപ്പെട്ടുള്ള 3-4 കോളാണ്. അത് ഞാൻ സമ്മതിച്ചു, ഞാനത് പറയുകയും ചെയ്തു. എൻക്വയറി ഓഫീസർ മുന്നേ വന്ന് അവർ സരിത തന്നെ വന്ന് പറഞ്ഞു. ഞാൻ ക്ലിഫോസിലേക്ക് വിളിച്ചപ്പോഴത്തേക്കും സലീം അതിൻ്റെ കൂട്ടി സലീം അത് നമ്പർ ആരാന്നും പറഞ്ഞ് തന്നേ ഉള്ളൂ. അത് സ്വാഭാവികമായി നടക്കുന്ന സംഭവമാണ്. അത്രേ ഉള്ളൂ. നിങ്ങൾ മാത്രമേ ക്ലിഫ് ഹൗസിൽ വിളിച്ചുള്ളൂ? ആരും വിളിച്ചിട്ടുണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. ഞാൻ വിളിച്ചതിന് നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ ഇത് കൊടുത്തിട്ടുണ്ട്. ഇന്ന കാര്യത്തിൽ ഞാൻ വിളിച്ചു. എൻ്റെ അത്ര അതൊക്കെ ഉള്ളൂ. നിങ്ങളുടെ മാത്രം? എൻ്റെ മാത്രം അത്രേ ഉള്ളൂ. എനിക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടേ ചോദിച്ചുള്ളൂ, എന്തിനാണ് ഈ അറസ്റ്റിന് തലേദിവസം വിളിച്ചത് എന്ന് ചോദിച്ചു. അപ്പോൾ ഇന്ന കാര്യത്തിലാണ് അവരിങ്ങോട്ട് വിളിച്ച് ഒരു സംശയം ചോദിച്ചു. ആ നമ്പറാണ് ഞാൻ തിരിച്ച് കൊടുക്കും യാത്രയുള്ളത് പറഞ്ഞു. അങ്ങനെ വിളിക്കാൻ മാത്രമുള്ള അടുപ്പം അങ്ങനെയാണ്? അല്ല, അവര് ഞാൻ എവിടെ വെച്ചാൽ കടപ്പളാമറ്റത്ത് വെച്ചാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. കാരണം വെച്ചാൽ അവിടെ സാറിൻ്റെ ഫംഗ്ഷന് പോയപ്പോഴത്തേനും ഇവർ ആ ഓഡിയൻസിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവർ
ഈ സോളാറിന്റെ രണ്ട് ഡയറി എൻ്റെ തന്ന് എന്നെ ഡ്രൈവറെ കൊടുത്തു വിടാൻ ഒരു നേട്ടല്ല, ഡ്രൈവറെ കൊടുത്തു വിട്ട് 2 ഡയറി എൻ്റെ തന്നു. അതിനുശേഷം ഇവർ പിന്നീട് അന്ന് ഡയറി അന്ന് സരിതയാണെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു. പിന്നെ ഇവർ ഓരോ കാര്യങ്ങൾ അറിയാനായിട്ടും പലരും ഫോൺ നമ്പർ വാങ്ങിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മളെ വിളിക്കും. അതിപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പം ഒരുപാട് പേര് വിളിക്കുന്ന പോലെ നമ്മൾ അത്രേ നമ്മൾ കണക്ക് കൂട്ടിയുള്ളൂ. ഇത്ര വലിയ പുല്ലുവാലി ആകും എന്നുള്ള കാര്യം നമ്മളാരും പറഞ്ഞു. വളരെ നിർണായകമായ വെളിപ്പെടുത്തലുകൾ സലിം രാജിന്റേതായി വരാനിരിക്കുന്നു. ആദ്യഘട്ടമാണ് ഇപ്പോൾ പീപ്പിളിൽ പുറത്തു വന്നത്. സോളാർ കേസിൽ തനിക്ക് ബന്ധമില്ല എന്നാണ് ആരോപണ വിധേയനായ സോളാർ ഭൂമി കുംഭകോണ കേസ്, ഒപ്പം തന്നെ കോഴിക്കോട് തട്ടിക്കൊണ്ടുപോകൽ കേസിലുമൊക്കെ തന്നെ ആരോപണ വിധേയനായ സലിം രാജ് താൻ നിരപരാധിയെന്ന് ആവർത്തിക്കുന്ന ആദ്യ ക്ലിപ്പാണ്. ഇതുമായി ബന്ധപ്പെട്ട് താൻ നിരപരാധിയാണെന്ന പശ്ചാത്തലത്തിൽ തന്നെ സർവീസിൽ തിരിച്ചെടുക്കണം. ഈ പോലീസുകാരനായ അദ്ദേഹം 2013 ജൂണിലാണ് സസ്പെൻഡ് ചെയ്യപ്പെടുന്നത്. 2013 ജൂൺ 11 പീപ്പിൾ TV ആദ്യമായി സോളാർ വിഷയവുമായി ബന്ധപ്പെട്ട ആദ്യത്തെ ബിഗ് ബ്രേക്കിംഗ് നൽകുന്നത്. അതിന്റെ പിന്നാലെ തന്നെയാണ് സലിം രാജ് സസ്പെൻഡ് ചെയ്യപ്പെടുന്നത്. സലിം രാജ് പറയുന്ന പ്രധാനപ്പെട്ട പോയിന്റുകൾ: സോളാർ കേസിൽ തനിക്ക് ബന്ധമില്ല, തന്നെ സർവീസിൽ തിരിച്ചെടുക്കണം. അടുത്ത ഘട്ടമാണ് കൂടുതൽ ഗൗരവതരമായിട്ടുള്ള ആരോപണങ്ങളുള്ളത്. അറസ്റ്റിന് തലേ ദിവസം സരിത ക്ലിഫ് ഹൗസിലേക്ക് വിളിച്ചിരുന്നു. അതായത് ക്ലിഫ് ഹൗസ് നമ്പറിൽ നേരിട്ട് വിളിക്കാൻ പറ്റുന്ന ഒരു ബന്ധം സരിതയ്ക്കുണ്ടെന്ന് വ്യക്തമാകുന്ന തരത്തിലുള്ള ഒരു വെളിപ്പെടുത്തൽ ആദ്യഘട്ടത്തിൽ സലിം രാജു പറയുന്നു. സരിത ആവർത്തിച്ച് ആവശ്യപ്പെടുന്നതാകട്ടെ എഴുകോൺ CIയുടെ നമ്പർ നൽകിയിട്ട് ഈ നമ്പർ ആരുടേതാണെന്ന് ട്രേസ് ചെയ്ത് തരണം എന്ന് സലീം രാജിനോട് ആവശ്യപ്പെടുന്നു. സലീം രാജ് ക്ലിഫ് ഹൗസിൽ നിന്ന് അത്തരത്തിലുള്ള കോളുകൾ സരിതയിൽ നിന്ന് ഉണ്ടാകാറുണ്ട് എന്ന പശ്ചാത്തലത്തിൽ തന്നെ, സരിതയെ അറിയാമെന്ന പശ്ചാത്തലത്തിൽ തന്നെ ഈ നമ്പർ ഐഡന്റിഫൈ ചെയ്ത് ഇത് എഴുകോൺ CIയുടെ നമ്പറാണെന്ന് വെളിപ്പെടുത്തുന്നു. നമുക്കറിയാം, നിരവധി കേസുകൾ ഉള്ള സാഹചര്യത്തിൽ സരിതാ നായർ അറസ്റ്റിലാകാൻ പോകുന്ന ഒരു ഘട്ടത്തിലാണ് സരിതാ നായർ ഇത്തരത്തിൽ ഒരു ആദ്യ സഹായം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന്, ക്ലിഫ് ഹൗസിൽ നിന്ന്, ഔദ്യോഗിക വസതിയിൽ നിന്ന് തേടുന്നത്. തീർച്ചയായും പ്രേക്ഷകർ ചിന്തിക്കേണ്ട വസ്തുത, മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് സരിതയ്ക്ക് വിളിക്കാനാകും വിധമുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ടായിരുന്നു എന്ന കാര്യമാണ്. മറ്റൊരു കാര്യം പറയുന്നത്, സരിതയെ സലീം രാജ് പരിചയപ്പെടുന്നത് കടപ്പളാമറ്റത്തെ ഔദ്യോഗിക ഫംഗ്ഷനിൽ വെച്ചാണ്. നമുക്കറിയാം, പീപ്പിൾ TVയാണ് ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു വാർത്ത പുറത്തു കൊണ്ടുവന്നത്. സരിതയും ഉമ്മൻചാണ്ടിയും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഫോട്ടോ പുറത്തുവിട്ടത് പീപ്പിൾ TVയാണ്. ആ ചടങ്ങ് തന്നെയാണ് സലിം രാജ് ഇവിടെ ബ്രീഫ് ചെയ്യുന്നത്, ഇവിടെ വിവരിക്കുന്നതുമായ വസ്തുത. അത് ചൂണ്ടിക്കാണിക്കുന്നത് സലിം രാജ് ആ ചടങ്ങിൽ വെച്ചാണ് സരിതയെ പരിചയപ്പെടുന്നതെങ്കിൽ അതിനു മുമ്പ് തന്നെ മുഖ്യമന്ത്രിക്ക് സരിതയെ അറിയാമായിരുന്നു എന്ന് തന്നെയാണ് അത് ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും ഇത്തരത്തിൽ സലിം രാജിന്റെ സംഭാഷണം പീപ്പിൾ വാർത്താ സംഘം റെക്കോർഡ് ചെയ്തപ്പോൾ അതുമായി ബന്ധമുണ്ടായ സംഭവവികാസങ്ങളിലേക്ക് നമുക്ക് ആദ്യം കടക്കാം. കാരണം പ്രേക്ഷകർക്കായി സലിം രാജുവുമായി ബന്ധപ്പെട്ട ഏറ്റവും കൂടുതൽ വാർത്തകൾ പുറത്തു കൊണ്ടുവന്നതും വിവിധ ഘട്ടങ്ങളിൽ സലിം രാജുവുമായി ബന്ധപ്പെട്ട പീപ്പിൾ TVയുടെ വാർത്ത പുറത്തു വിട്ടപ്പോഴൊക്കെ തന്നെ സലിം രാജുവുമായി ബന്ധപ്പെട്ട നടപടികളിലേക്കും ഉണ്ടായി. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക ഗൺമാൻ പദവിയിൽ നിന്ന് അദ്ദേഹം നീക്കം ചെയ്യപ്പെടുകയായി, പോലീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെടുന്ന ഒരവസ്ഥ വരെയുണ്ടായി. എന്തായാലും സലിം രാജ് പീപ്പിളിൽ തന്നെ തന്റെ നിരപരാധിത്വത്തെ സംബന്ധിച്ച വെളിപ്പെടുത്തലുകളുമായി വരുന്നു. നമ്മൾ ഒരു കാര്യം പ്രേക്ഷകർക്ക് ഉറപ്പ് നൽകുന്നു, നമ്മൾ സലിം രാജിന്റെ നിരപരാധിയാണോ അപരാധിയാണോ എന്ന് ഈ അഭിമുഖത്തിലൂടെ ഏതെങ്കിലും തരത്തിൽ അടിസ്ഥാനപ്പെടുത്തുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള കുറ്റവിമുക്തനാക്കപ്പെടുന്ന നടപടിയോ ചെയ്യുന്നില്ല. പക്ഷേ ഒരു ഇര എന്ന നിലയ്ക്ക് സലിം രാജിന് പറയാനുള്ള ചില കാര്യങ്ങൾ നമുക്ക് സലിം രാജ് പറയാനുണ്ട് എന്ന തരത്തിലുള്ള സംഭവവികാസങ്ങൾ മനസ്സിലാകുകയും അതിന്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ വാർത്താ സംഘം സലിം രാജിനെ സമീപിക്കുകയുമായിരുന്നു. പ്രജീഷ് കൈപ്പള്ളി ചേരുന്നു. പ്രജീഷ്, എന്ത് സാഹചര്യത്തിലാണ് സലിം രാജ് ഇത്തരത്തിലൊരു കാര്യങ്ങൾ നമ്മളോട് തുറന്നു പറയുന്നത്? എന്തുകൊണ്ടാണ് നമ്മൾ സലിം രാജിലേക്ക് എത്തിച്ചേർന്നത്? രാജീവ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ എന്തായാലും സോളാർ കേസുമായി ബന്ധപ്പെട്ട പുതിയ സാഹചര്യങ്ങൾ, കാരണം മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ തെളിവുകൾ പുറത്തുവരുന്നു, സോളാർ കമ്മീഷൻ അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്നു. ആ സാഹചര്യത്തിൽ പുതിയ സാഹചര്യത്തിലേക്ക് സരിതയുടെ കത്ത് പുറത്തു വന്ന സാഹചര്യം പുതിയ തലത്തിലേക്ക് മാറുമ്പോൾ അതിലേറെ നിർണായകമാവുന്ന മുഖ്യമന്ത്രിയുമായി ഒരു കാലത്ത് ഏറ്റവും അടുപ്പം പുലർത്തിയിരുന്ന വിശ്വസ്തനായ മുഖ്യമന്ത്രിയുടെ ഗൺമാനിലേക്ക് നമ്മൾ സമീപിക്കുകയായിരുന്നു. ഏറെക്കുറെ സാഹചര്യങ്ങൾ നേരത്തെ രാജീവ് അടക്കം സൂചിപ്പിച്ചതുപോലെ ഒരു മെറിറ്റ് സംബന്ധിച്ച് നിർണ്ണയിക്കുകയല്ലായിരുന്നു. നമ്മൾക്ക് ആ ഒരു തലങ്ങൾ നിയമപരമായും അല്ലാതെയും അതിന്റെ ഗതികൾ പോകുന്നുണ്ട്. പക്ഷേ ഒരു ഇര അല്ലെങ്കിൽ ഇതിൽ ഉൾപ്പെട്ട ഒരു വ്യക്തി, അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ നമ്മൾ തേടുകയായിരുന്നു. ആ ഘട്ടത്തിലാണ് സലീം രാജിന്റെ കുറെ കാര്യങ്ങൾ സലീം രാജ് നമ്മോട് തുറന്നു പറയുന്നത്. അതിലേറെ ഇന്നും സംശയത്തോടു കൂടി വീക്ഷിക്കുന്ന മുഖ്യമന്ത്രിക്ക് സരിതയുമായുള്ള ബന്ധം എങ്ങനെ, അത് സംബന്ധിച്ച് ഒരു അർത്ഥത്തിലെങ്കിലും അതിലേക്കൊക്കെ തന്നെ വെളിച്ചം വീശുന്ന വ്യക്തമായ കാര്യങ്ങൾ സലീം രാജ് നമ്മോട് തുറന്നു പറയുന്നുണ്ട്. സലീം രാജ് ഇക്കാര്യത്തിൽ സലീം രാജ് ഉൾപ്പെടെയുള്ളവർ അകപ്പെട്ടു പോയി ഏറ്റവും താഴെയുള്ളവർ, ഉന്നതരായവർ ഇപ്പോഴും അതേ തലങ്ങളിൽ സഞ്ചരിക്കുന്നു, അതേ പദവികൾ വഹിക്കുന്നു. ഇപ്പോഴും
ചില ആളുകൾ ഇരയാകപ്പെടുന്നു. അതിന്റെ ഒരു ഏറ്റുപിറച്ചിൽ, അതിന്റെ ചില യാഥാർത്ഥ്യങ്ങൾ, അതും സലീം രാജിലൂടെ നമ്മൾ പുറം ലോകത്തെ അറിയിക്കുന്നു എന്നതിന്റെ കർത്തവ്യമാണ്. ആദ്യം ഇവിടെ സലീം രാജ് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ കേസുമായി തനിക്ക് ഒരു ബന്ധമില്ല എന്ന മുഖവുര അത് അദ്ദേഹം സോളാർ കമ്മീഷന് മുൻപാകെ അറിയിക്കുന്നു. അതോടുകൂടിയാണ് നമ്മുടെ അഭിമുഖം അദ്ദേഹം തുടങ്ങുന്നത് തന്നെ. മറ്റൊരു കാര്യം ഇതിൽ പറയുന്നത് സർവീസിൽ തന്നെ തിരിച്ചെടുക്കണം. കാരണം വർഷങ്ങളോട് അടുക്കുന്നു കാര്യങ്ങൾ. അതിനുശേഷം മുഖ്യമന്ത്രിയെ തന്റെ ഭാര്യ മുഖ്യമന്ത്രിയെ ബന്ധപ്പെട്ടു. ഒരു കാലത്ത് തന്നോടൊപ്പം കുടുംബത്തിൽ പോലും മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുപ്പക്കാരനായി അത്രത്തോളം കുടുംബവുമായി ബന്ധം പുലർത്തിരുന്ന ഒരു വ്യക്തി, അതിന്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഭാര്യ മുഖ്യമന്ത്രി